നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. അങ്ങനെ വീണ്ടും തറവാട്ടിലേക്ക് തന്നെ എത്തിയല്ലോ. എങ്കിൽ പിന്നെ വലതുകാല് വെച്ച് തന്നെ അങ്ങോട്ട് കേറിയാലോ? വാമച്ച നെറുകയിലാണല്ലോ പല്ലി വീണത്. അപശകുനമാണ്. ഇനിയും ഇതിലും വലിയ എന്ത് കഷ്ടകാലമാണോ ദൈവമേ വരാൻ പോകുന്നത്. തൊലച്ചു കളയും നിന്നെ. നിന്ന് ഷോ കാണിക്കാതെ നടക്കാൻ വേണ്ട. നടക്കേ. കയറണ്ട. തേടിയ വള്ളി കാലം ചുറ്റിയല്ലേ ചേട്ടായി. ശിവൻ, പാണ്ഡി ശിവൻ ദൈവമാടാ നിന്റെ സെല്ലിൽ തന്നെ എന്നെ കൊണ്ട് എത്തിച്ചത്. സാബു, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, പറ്റിപ്പോയതാ. മിണ്ടിപ്പോകരുതേ. പിന്നിൽ നിന്ന് കുത്തിയിട്ട് മുങ്ങിയ തെണ്ടി. ഇപ്പൊ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ ദൗത്യം വേറെയാ. അതൊന്ന് കഴിഞ്ഞോട്ട് നിന്നെയും ഞാൻ ഇതിന്റെ അകത്തിട്ട് തന്നെ തീർക്കും.
നിന്റെ തീരുമാനം അതാണെങ്കിലേ ഞാനും ചിലതങ്ങ് തീരുമാനിക്കും. ആരുടെ ശവമായിരിക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാം. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഒരു നല്ല ഐഡിയ ആണ്. കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിക്കൊടുത്താ പിന്നെ പ്രണവിനെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം പോലീസിനാണ്. പക്ഷേ അതിലൊരു കുഴപ്പമുള്ളത്, ഈ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോർട്ടിൽ മൂവ് ചെയ്യണമെന്നുള്ളതാ. അതെനിക്കറിയാം മാഡം. എന്റെയും ഗൗതമിന്റെ ഒരു ഫ്രണ്ട് ഹൈക്കോർട്ട് അഡ്വക്കേറ്റാ, ഒരു അർജുൻ. ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഡീറ്റെയിൽസ് വെച്ച് ഹർജിയുടെ ഒരു റഫ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി മെയിൽ ചെയ്യാനാ അർജുൻ പറഞ്ഞത്. ഹൈക്കോടതി അഡ്വക്കേറ്റ് അർജുൻ എന്ന് പറയുമ്പോ അഡ്വക്കേറ്റ് അർജുൻ മാധവന്റെ കാര്യമാണോ നിധി പറയുന്നത്? അതെ അതെ, ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സ് ആണ് മാഡം. ആ, എങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഒരു റഫ് ആയിട്ടുള്ള ഡ്രാഫ്റ്റ് ഞാൻ തയ്യാറാക്കാം. എന്നിട്ട് നമുക്ക് നേരെ കോടതിയിലേക്ക് പോവാം. അവിടുന്ന് റിമാൻഡ് റിപ്പോർട്ടും മറ്റു ചില രേഖകളും കൂടി എടുക്കണം. ഒട്ടും വൈകിപ്പിക്കരുത് മാഡം. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. മാഡം, ഇത് ഫാമിലി കോർട്ടിൽ വെച്ചിരിക്കുന്ന കേസുകളാണ്. താനൊരു കാര്യം ചെയ്യേ, ആ സജിത വക്കീലിനെ വിളിക്ക്. എന്നിട്ട് ഇതിലൊന്ന് അപ്പിയർ ചെയ്യാൻ പറ. ശരി മാഡം. ഇന്നിനി ഫാമിലി കോർട്ടിലേക്കൊന്നും പോക്ക് നടക്കില്ല. നമുക്ക് ആ ഹർജിയുടെ കാര്യം നോക്കാം. ഓക്കെ മാഡം. ഹലോ, എന്താ വക്കീലെ? മാഡം പറഞ്ഞതുപോലെ തന്നെ ആ നിധി ലത വക്കീലിനെ കാണാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരെന്താ സംസാരിച്ചെന്ന് ശ്രദ്ധിച്ചോ? ഒരു വലിയ നീക്കമാണ് മാഡം അവരെടുക്കാൻ പോകുന്നത്. ഹൈക്കോർട്ടില് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ മൂവ് ചെയ്യാനാ അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. സംഗതി അല്പ അപകടമാണ്. ഇങ്ങനെ ഒരു പെറ്റീഷനുമായി ഹൈക്കോർട്ടിലേക്ക് ചെന്ന കോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിരിക്കും പോലീസിന് ഉത്തരവ് കൊടുക്കുന്നത്. അവർക്ക് പിന്നെ ഇരിക്കപ്പുറത്ത് കാണത്തില്ല മാഡം. പ്രണവ് എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഞാൻ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ നിധി അവിടെ ഉണ്ടായിരുന്നു. പവിത്രൻ എന്നൊരാളുടെ കാര്യം പറയുന്നത് കേട്ടോണ്ടാ ഞാൻ ഓഫീസിലേക്ക് കയറിയത്. പവിത്രനോ? ആ, ഇത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുവാണല്ലോ. എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ മാഡം. ഈ ഹർജി കൊടുക്കുന്നതിൽ നിന്നും നിധിയെ തടയാനായിട്ട് എന്തെങ്കിലും മാഡത്തിന് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഈ പറഞ്ഞ പവിത്രനെ കൊടുക്കുന്നതിനെ കുറിച്ചും അവരാലോചിക്കുന്നുണ്ട്. ശരി വക്കീലെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. വേറെ എന്ത് വിവരം കിട്ടിയാലും എന്നെ അറിയിക്കണം കേട്ടോ. ശരി മാഡം, വെക്കട്ടെ. ഓക്കെ.